ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. ഹായ് ഹലോ മച്ചമാരെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മച്ചമാരെ, നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഹലോ മച്ചമാരെ, ഒരു നിഗൂഢമായിട്ടുള്ള ഒരു സ്ഥലത്താണ് കേട്ടോ ഞങ്ങളിപ്പോൾ ഉള്ളത്. അപ്പം ഇത് ഞങ്ങളുടെ വീട്ടിന് തൊട്ട് താഴെയായിട്ട് ഉള്ളൊരു അക്കേഷ്യ മരത്തോട്ടമാണ്. അപ്പോൾ ഇതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി മരണങ്ങൾ സംഭവിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ പണ്ട് കാലഘട്ടത്ത് ഈ അക്കേഷ്യ മരങ്ങൾ വരുന്നതിന് മുമ്പ് ഇവിടെ ഒരു ശ്മശാനമായിരുന്നു എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പേടിയൊന്നും ഇല്ലാത്ത 2 പേര് എൻ്റെ കൂടെ ഒന്ന് വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ 2 സബ്സ്ക്രൈബറാണ്. അതേപോലെ തന്നെ വീഡിയോ എടുക്കുമ്പം പറയണമെന്ന് പറഞ്ഞിട്ട് അവരെയും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ മച്ചന്മാരെ, എല്ലാം കേട്ടറിവുകൾ മാത്രമാണ് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ നിന്നല്ല പഠിച്ചത്. കുട്ടിക്കാലത്ത് ഞാൻ ഇവിടെ നിന്ന് വേറെ സ്ഥലത്ത് പോയി നിന്നാണ് പഠിച്ചത്. എൻ്റെ കുടുംബ വീട്ടിൽ നിന്നാണ് പഠിച്ചത്. അപ്പം ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും എനിക്ക് വലിയ പിടിയൊന്നുമില്ല. അപ്പോഴിതിനകത്ത് തന്നെ ഒത്തിരി മരണങ്ങൾ സംഭവിച്ചു, തൂങ്ങി മരണങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം പഴയ കാലഘട്ടത്ത് ഇതൊരു ശ്മശാനമായിരുന്നെന്നും കേട്ടിട്ടുണ്ട്. എന്തോ അറിയത്തില്ല. അപ്പോഴെന്തായാലും ഞാനിവിടെ കിടന്നൊരു മരത്തിന് മുകളിൽ കയറിയിട്ട് ഇറങ്ങണം കേട്ടോ. നല്ലൊരു വൈബായിരുന്നു അതിന് മുകളിൽ കയറിയിരിക്കാനൊക്കെ. അപ്പോൾ എന്തായാലും ഇങ്ങനൊരു സ്ഥലത്ത് അങ്ങനെ ഞാൻ വന്നിട്ടില്ല. കാരണം കുട്ടിക്കാലഘട്ടത്ത് ഓണ സമയമാവുന്ന സമയത്ത് സ്കൂളിലത്തേക്ക് വേണ്ടി പൂ പറിക്കാൻ വന്നിട്ടുണ്ട് ഇതിനകത്ത്. എന്ന് വീഡിയോ ഇടുമ്പോഴും ഇവന്മാർ എന്നോട് ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇവരെ കൂടെ വീഡിയോയിൽ ഉൾപ്പെടുത്താം എന്നുള്ള രീതിയിലാണ് ഞാൻ ഇവരെയും കൂട്ടിയത് കേട്ടോ. അപ്പം ഏറ്റവും കൂടുതൽ വീഡിയോ എടുക്കാൻ പോവാൻ ചേട്ടാ എന്ന് പറഞ്ഞ് എന്നെ പ്രോത്സാഹിപ്പിക്കുന്നത് ഇവന്മാർ 2 അപ്പം എന്തായാലും ഞാനൊന്ന് അവരെയും കൂട്ടി കേട്ടോ. അപ്പം എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെയാണ് 2 പേരും സംസാരിക്കുന്നത്. തക്കുനെ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചു കൊണ്ടേയിരിക്കണം. അപ്പോൾ എന്തൊക്കെയോ പറഞ്ഞ് എൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. അങ്ങനെ വീണ് കിടക്കുന്ന ഒരു മരത്തിന് മുകളിൽ കയറി ഞങ്ങൾ 3 ഇരിക്കുകയാണ് കേട്ടോ. നല്ല തണലുണ്ട്. പക്ഷേ എന്താ പറയുക, നല്ല ചൂടാണ്. പക്ഷേ ഇങ്ങനെ ഒരു സ്ഥലത്തിരിക്കുമ്പോൾ നല്ല വൈബാണ് കേട്ടോ. ചൂട് അറിയത്തില്ല, വെയിലും അറിയത്തില്ല. അപ്പോൾ എന്തായാലും ഇവിടെയുള്ള കാര്യങ്ങൾ എന്താണ് എങ്ങനെയാണെന്നുള്ള കാര്യം പഴയ ആൾക്കാരുടെ അടുത്ത് ചോദിച്ചാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഉത്തരം കിട്ടത്തുള്ളൂ. അപ്പം എല്ലാം കേട്ടറിവ് മാത്രമാണ്.
അപ്പോൾ എന്തായാലും അങ്ങനെയുള്ള ഒരാളെ കണ്ടെത്തിയിട്ട് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് എന്നുള്ള രീതിയിൽ ഇതിൻ്റെ ബാക്കിലോട്ടുള്ള കഥ എന്താണെന്നുള്ള കാര്യം അറിയണം എന്നൊരാഗ്രഹം. അതുകൊണ്ട് ആണ് ഞാനിതിൻ്റെ വീഡിയോ എടുക്കാമെന്ന് തന്നെ വിചാരിച്ചത്. ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ, ചെറിയൊരു വീഡിയോ ചെയ്യാം എന്നുള്ള രീതിയിൽ. അപ്പോൾ നിങ്ങളെന്തായാലും തിരിച്ച് പോകണം കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഇതെങ്ങനെയാണ് ഇത് ഉണ്ടായത്, ഇതിന് മുമ്പ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് തപ്പി കണ്ടുപിടിക്കുക. അതിനുശേഷം ഇതിൻ്റെ രണ്ടാം പാർട്ട് എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ സെറ്റ് ചെയ്യുക. ഇതാണ് എൻ്റെ ഒരു മൈൻഡ്. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അപ്പം എൻ്റെ ഈ ചെറിയ വീഡിയോ കാണുന്നവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, കമൻറ്റ് കാര്യങ്ങളെല്ലാം പറയുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും എന്നെ അറിയിക്കുക. പുതിയ വീഡിയോ ആയിട്ട് കാണാം.